Dessert Master. The new partner, Nesto Hypermarket, gift sponsored by GMAS, Chemex, Hygiene. So, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. 12 പേരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അതൊന്നും സെലക്ട് ചെയ്തിട്ടാണ് ഈ 7 താരങ്ങൾ ഇവിടെ അണിനിരത്തിയിരിക്കുന്നത്. ഈ താരങ്ങൾ ആരെന്ന് അറിയണ്ടേ? അറിയണ്ടേ നിങ്ങൾക്ക്? ഈ താരങ്ങൾ ആരെന്ന് അറിയണ്ടേ? ആ താരങ്ങളുടെ പേരുകൾ വായിക്കാൻ പോവാണ്. ആ പേര് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് മാസ്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കൈവീശി കാണിക്കണം, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരാണെന്ന് അവർക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ദി ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഈസ് അംറീന അലി. അംറീനയ്ക്ക് നല്ലൊരു കൈ കൊടുത്തേ. നമസ്കാരം. ഞാൻ ഇതിന് മുമ്പ് പാചക മത്സരങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു മുഖമാണ് അല്ലേ? അപ്പോ ഇത് ഇന്നും ഇവിടെയൊന്നും തുടങ്ങിയതല്ല അല്ലേ? ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഒരുപാട് പാചക മത്സരങ്ങളുടെ തഴക്കവും പഴക്കവും ഉള്ള ഒരാളാണ്. ഇനി രണ്ടാമത്തെ ആൾ, അടുത്ത ആൾ ഏതൊക്കെയാണ് വിജയിച്ചിരിക്കുന്നത്? ഡെസേർട്ടിലാണ്, ഡെസേർട്ട് മാസ്റ്ററാണ്. ഇപ്പൊ തന്നെ കോമ്പറ്റീഷൻസ് വിജയിച്ചിട്ടുണ്ടോ? പോയിട്ടുണ്ട്, ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അത് ഇരിക്കുന്ന 7 പേർക്കും ആ കണ്ണുകളിലേക്ക് നോക്ക്, കോൺഫിഡൻസ് നോക്ക്. ഭീകരം, ഒരു രക്ഷയില്ല, ഒരാളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇനി അടുത്ത ആരാണ്? ഹസീബ. ഹസീബ. ഹസീബ എവിടെയാണ് നാട്? കണ്ണൂര്. ഉണ്ട്. സാധാരണ എപ്പോഴും ഇങ്ങനെ മത്സരമൊക്കെ നടക്കുമ്പോൾ അതും ഗ്രാൻഡ് ഫിനാലേക്ക് നടക്കുന്ന സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവില്ല, ഒരു കിടിലുണ്ടാവും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല. സാധാരണ കണ്ണൂരുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തു ആക്കാൻ കഴിയൂലപ്പ എന്നുള്ളതാണ്. അതുപോലെ എന്തു ആക്കാൻ കഴിയാത്ത ഒരാളാണ് ഈ നിൽക്കുന്നത്. ഇതൊക്കെ ഇത് ചെറുത് അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ തീ കത്തുന്നുണ്ട്. ഹാഷ്മി എവിടെയാണ് നാട്? തൃശ്ശൂര്. തൃശ്ശൂരും കണ്ണൂരും മാത്രമുള്ള കളിയാണ്, വേറെ എല്ലാ ജില്ലകളും ഇല്ല. കേരളത്തിൽ 14 ജില്ലയുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളാണ്. പക്ഷെ ഇവിടെ 3 പേര് കണ്ണൂരും 2 പേര് തൃശ്ശൂരും. തൃശ്ശൂർ എവിടെയാണ്? ടൗണിൽ തന്നെയാണ്, കൂട്ടശ്ശേരിയാണ് നാട്. ഈ പാചകലോകം വന്നിട്ട് കുറെ നാളായോ? ബേക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഉണ്ടാക്കാനാണോ അതോ ഡെസേർട്ട് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനാണോ ഇഷ്ടം? എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കി ഇതുവരെ നമ്മൾ പോയ ആൾക്കാർ മുഴുവൻ ഡെസേർട്സിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരാൾ മാത്രമാണ് നാടൻ ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടായിരുന്നു ടെൻഷൻ. അതും സാരമില്ല. ഞാൻ ഇന്ന് വരെ ഒരു പാചക മത്സരത്തിൽ പങ്കെടുത്തിട്ട് പോലില്ല. ഇപ്പൊ ധൈര്യം വന്നില്ലേ? ഞാൻ മാത്രമല്ല, ഈ ഷെഫിലേക്കും ഉണ്ടോ മൂപ്പര് ഇന്ന് വരെ ഒരു പാചക മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഉണ്ടോ? ഇല്ല. മത്സരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ പേടിക്കണ്ട, ഞാനും പങ്കെടുത്തിട്ടില്ല, ഷെഫും പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 3 പേരുണ്ട് കൂടുതൽ. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരെ ഇത്രയും മിടുമിടുക്കികളായ നമ്മുടെ 7 കണ്ടസ്റ്റൻസിനെ മാറ്റിരിക്കണമെങ്കിൽ മിടുമിടുക്കന്മാരും മിടുമിടുക്കികളുമായ 2-3 ഷെഫ്മാരെ വേണ്ടി നമുക്ക് ജഡ്ജ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെഫ്മാരെ വിളിച്ചാലോ? അപ്പോ 3 മിടുമിടുക്കന്മാരായി ഡെസേർട്ട് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കുമ്പോൾ അതിനകത്ത് ഒരു സർട്ടിഫൈഡ് ജഡ്ജ് വേണം. എന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള മത്സരങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ്. മറ്റാരുമല്ല, ഷെഫ് രഘു സർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അദ്ദേഹം ചെയർമാൻ ഓഫ് എമിറേറ്റ്സ് കല്ലറക്കൽ അബുദാബിയുടെ ചെയർമാനാണ്. സോ അദ്ദേഹമാണ് നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ജഡ്ജ്. നമ്മുടെ ഈ ഒരു 7 കണ്ടസ്റ്റന്റെയും ജഡ്ജ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഈ UAE കലിനറി ഗിൽഡ് എന്ന് പറയുന്നത് ഒരു വലിയ സംഘടനയാണ്.
വലിയ വലിയ മാസ്റ്റർ ഷെഫുമാരുടെ ഒരു കൂട്ടമാണ് ഈ UAE culinary guild എന്ന് പറയുന്നത്. എൻ്റെ ഗുരുനാഥനായിരുന്ന അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഷെഫ് മൈക്ക് എന്ന് പറഞ്ഞ ഒരു ഷെഫ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 6 മാസം അദ്ദേഹത്തിൻ്റെ സിൽബന്തിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഷെഫ് മൈക്കാണ് ആദ്യമായിട്ട് എന്നോട് UAE culinary guild-നെ പറ്റി പറയുന്നത്. ഒരുപാട് പിന്നെ സേവന സന്നദ്ധരായ ഷെഫ്മാർ പോലും ഇതിനകത്തുണ്ട്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വർഷത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള 4 മത്സരങ്ങളാണ് UAE culinary guild സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഷെഫിന് മൈക്ക് കൈമാറാണ്. ഇന്നത്തെ മത്സരം എത്രത്തോളം ഗംഭീരമാണ്, കാരണം ഇതിന്റെ തുടക്കം മുതലേ ഷെഫ് ഇതിനകത്തുണ്ടായിരുന്നു. ഷെഫിനോട് ചോദിച്ചു, ഓക്കെ മത്സരത്തിന്റെ ഒരു വഴി. താങ്ക് യു കലേഷ്. അപ്പം ഞാൻ വെരി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയാം. ഈ മത്സരം ഇപ്പൊ ഇവിടെ വന്ന 7 പേര്, ഈ 7 പേര് ട്രാവൽ ചെയ്ത ഒരു ജേർണി. 10,000 റെസിപ്പീസ് ആദ്യം ഇൻവിറ്റേഷൻ കൂടെ വന്ന് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 380 ആൾക്കാരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പിന്നെ അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 38 റെസിപ്പീസ് എടുത്ത് അതിൽ നിന്ന് പിന്നെ സ്ക്രൂട്ടനൈസ് ചെയ്താണ് ഏകദേശം ഒരു ഈ ഇരിക്കുന്ന 7 പേര് വന്നത്. സോ ഓൾറെഡി ഐ കൻ ടെൽ യു യു ആർ ഓൾറെഡി എ വിന്നർ. ഓക്കെ, ഗിവ് എ ബിഗ് ഹാൻഡ് ടു ദീസ് പീപ്പിൾ. സോ ഫ്രം 1000 recipes to 7 is big thing. കേട്ടോ, അപ്പോൾ അത് it's already there. So you guys are already winners. അപ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷനെ പറ്റി ചെറുതായിട്ടൊരു ഇത് പറയാം. What we are going to do, 1 hour കോമ്പറ്റീഷൻ ആണ്. 1 hour ഇനി നമുക്ക് 2 ജഡ്ജസ് കൂടി ഉണ്ട്. ആ ജഡ്ജസിനെയും കൂടി വേദിയിലേക്ക് വിളിക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ പരിപാടി അവിടെ ഉദ്ഘാടനം ചെയ്യാം. സോ അടുത്തതായി നെസ്റ്റോ ഗ്രൂപ്പ് റെസ്റ്റോറന്റ് ഡിവിഷൻ ഓഫ് ഓപ്പറേഷൻ മാനേജറായ കുഞ്ഞു മുഹമ്മദ് സാറിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അധികം താമസിപ്പിക്കണ്ട. അതെ, ഓക്കെ. ഇനി ഒരാളോട് നമ്മുടെ ഒരു സെലിബ്രിറ്റി ഷെഫാണ് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ സെലിബ്രിറ്റി ഷെഫ് ഇല്ലെന്നുള്ള പരാതി വേണ്ട അല്ലേ? വെൽക്കം ബീഗം ഷാഹിന. ഷാഹിന കുലിനറി അവാർഡ് വിന്നർ ആണ്. അൽ ഹുസൈൻ ഫെസ്റ്റിവലിന്റെ കുലിനറി അവാർഡ് വിന്നർ കൂടിയാണ്. സോ വെൽക്കം. ബീഗം ഷാഹിനെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്നതാണ്. ഞാൻ കുക്കറി ഷോയുമായിട്ട് അബുദാബിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ആളാണ്. ഒരുപാട് പാചക മത്സരങ്ങളിൽ ആദ്യം ഞാൻ കണ്ടിരുന്നു. പിന്നെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാചക ലോകത്ത് നിന്ന് തന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് വളർന്നു വന്നൊരു ആളും കൂടിയാണ്. അതെ, പല കോമ്പറ്റീഷൻസിൽ അൽഹംദുലില്ലാഹ് ഇപ്പൊ ഈ ഒരു വേദിയിൽ അങ്ങനെ ഒരു വിധികർത്താവായി വന്നതിലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് പല പ്രമുഖരായിട്ടുള്ള ജഡ്ജസിന്റെ കൂടെ കലേഷിന്റെ കൂടെയൊക്കെ. അപ്പോ നമുക്ക് ഈ സ്ത്രീകളുടെ മനസ്സറിയുന്ന ഒരു സ്ത്രീക്ക് പറ്റുള്ളതാണ്. സാധാരണ മനസ്സറിയാൻ സ്ത്രീകൾക്ക് പറ്റുള്ളതാണ്. രണ്ട് പുരുഷ കേസരികൾ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഇല്ലേ എന്ന് നിങ്ങൾക്കൊരു എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. ഒരു സ്ത്രീ ഉണ്ട്, നിങ്ങളുടെ മനസ്സറിയുന്ന ഒരു സ്ത്രീയെ കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഗംഭീര മത്സരമായിരിക്കും. അപ്പൊ നമുക്ക് ഈ മത്സരത്തിന്റെ ഉദ്ഘാടനം കൊണ്ട് പൊളിച്ചാലോ? തീർച്ചയായും അത് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മത്സരം നമുക്കൊരു ഒരു മാജിക്കിലൂടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. മാജിക്കിലൂടെ ഇനോഗ്രേഷൻ ചെയ്താലോ? അതൊന്ന് അടിപൊളിയാണ്, ഗംഭീരമായി. യെസ്, സംഭവം സിമ്പിൾ ആണ്. മാജിക്കിന്റെ ഒരു മന്ത്രമുണ്ട്. സിം സിലാല സിം 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 ബം ബം ബസൂക്കി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഷെഫിന് ഇഷ്ടപ്പെട്ട അറബിക് ഡെസേർട്ട്. ഈ അറബിക് ഡെസേർട്ട് എന്ന് പറയുന്നത് എന്താ സംഭവം? ബക്ലാവ. നോക്കാം, ഷെഫിന് ബക്ലാവയാണ് ഇഷ്ടം എന്ന് പറയുന്നു. നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഡെസേർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു അദിത്യ ഡെസേർട്സ് മാധ്യമത്തിന്റെ ഡെസേർട്ട് മാസ്റ്ററുടെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മള് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൊടുത്തിട്ടുള്ളത് പംകിനാണ്. അപ്പൊ പംകിന് കപ്പയുമായി എത്രത്തോളം ഇൻവോൾവ് ആകുന്നുണ്ട് എന്ന്
എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. അപ്പൊ എല്ലാവരും ജസ്റ്റ് നമ്മൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു വിഭവത്തിൽ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കാര്യമില്ല. അപ്പൊ എത്രത്തോളം കപ്പയും പംകിനും മിക്സ് ആയി വരുന്നത് അതിലാണ് മാർക്ക്. ഈ കാര്യം പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മള് നാട്ടിൽ നിന്ന് ചിക്കൻ പപ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചിക്കൻ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഉള്ളി ഉണ്ടാവും, ഇഞ്ചി ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവില്ല. അത് പാടില്ല. ചിക്കൻ ബർഗറാണ് കഴിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ സാൻഡ്വിച്ച് ആണെങ്കിൽ ചിക്കൻ തന്നെ അതിനകത്ത് വേണം. ഈ പറഞ്ഞ 2 ഇൻഗ്രീഡിയൻസും മെയിൻ ആയിട്ട് വേണം. മനസ്സിലായി? നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോൾ ചിലർ വെറുതെ ഗ്രേറ്റ് ചെയ്ത് ഇടും, അങ്ങനെ ചെയ്യും. അപ്പൊ അതില് കാര്യമില്ല. രണ്ടും കൂടെ എങ്ങനെ മെയിൻ ഇൻഗ്രീഡിയന്റ് കപ്പ, അതോടൊപ്പം തന്നെ പംകിനും വേണം. ഇതിന്റെ രണ്ടിന്റെയും ടേസ്റ്റ് നമുക്ക് കിട്ടണം. മനസ്സിലായില്ലേ? രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ്. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് സംശയം? കപ്പാന്ന് കേട്ടപ്പോ തന്നെ ഫേസ് മാറിയിട്ടുണ്ട്. സോ നമ്മുടെ ഗെയിമിനെ കുറിച്ച് എന്താ തോന്നിയത്? ഇവിടെ ഒരാള് ആദ്യമായിട്ട് കുക്കിംഗ് മത്സരത്തിന് വരുന്നത് നമുക്കൊക്കെയാണ് ഇപ്പൊ ടെൻഷൻ. അദ്ദേഹത്തിന് ഒരു ടെൻഷനല്ല. എന്താണെങ്കിലും ഷെഫ് രഘു ഇത് എന്താണെങ്കിലും ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് കന്നി. ബിക്കോസ് ഒരു കാര്യം പറയാം, ഈ ടപ്പിയോക്ക എന്ന് പറഞ്ഞ സാധനവും പംകിൻ എന്ന് പറഞ്ഞ സാധനം ഡെസേർട്സിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിസേർട്സ് വിത്ത് പംകിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഡിസ്കസിങ് ഹലോവീൻ വരുന്നുണ്ട് ടുമോറോ, ആൻഡ് ഇറ്റ് ഇസ് പംകിൻ ഡിസേർട്ട്. പംകിൻ പൈ ഈസ് ഏറ്റവും സീക്രട്ട് ഇൻഗ്രീഡിയന്റും ഈ ഇവര് രഹസ്യമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോ ടെൻഷനായോ? കെമിസ്ട്രി വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ഓക്കെ. എന്താണ് ടെൻഷൻ ഉണ്ടോ? പംകിൻ വേണമെന്നുള്ളത് ഓർത്തിരുന്നു. അതാണ് എന്ത് തോന്നുന്നു? അഭിപ്രായം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. സംഭവം കേട്ടപ്പോ മാത്രം ചെറിയൊരു അത് കെമിസ്ട്രി പറഞ്ഞ പോലെ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് പിന്നെ നമ്മുടെ കൊള്ളിയാൻ പിന്നുമല്ലോ, ആ സമയത്ത് ആദ്യമായിട്ട് കൊള്ളിയാൻ പിന്നുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ പതിയെ ഇതൊരു ശീലമായിക്കോട്ടെ, കുഴപ്പമില്ല. അത് നമ്മൾ മത്സരം തുടങ്ങാൻ പോവാണ്. ഇവർക്ക് ഇൻഗ്രീഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ആകാശത്തേക്ക് പോകരുത്, ആകാശത്തേക്ക് വെടിവെക്കും. അപ്പൊ മത്സരം തുടങ്ങും. റെഡിയല്ലേ? റെഡിയാണോ? എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കേ, ഇൻഗ്രീഡിയൻസ് അവർക്ക് കൊടുത്തോ? ടപ്പിയോക്കയും പിന്നെ പംകിനും കൊടുത്തു കഴിഞ്ഞോ? കൊടുത്തോ? ചില ടാസ്കുകൾ തരും. അതിൽ വിന്നർ ആവുന്നവർക്ക് ഗംഭീര സമ്മാനങ്ങളാണ്. 45 സമ്മാനങ്ങളാണ് ഇവിടെ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്ഘാടനം ഇൻഗ്രീഡിയൻസ് ഇവർക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ ആകാശത്തേക്ക് വെടിവെക്കുന്ന പറഞ്ഞു മത്സരം തുടങ്ങാനായിട്ട്. അപ്പൊ ആകാശത്തേക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള സമയമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരങ്ങൾ, ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവരുടെ ടെൻഷനിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആൻസറോ ഗെയിംസോ വോട്ടെവർ. പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് 40 പ്രൈസുകളാണ്. സോ അത് എന്താണ്? സെറ്റ് അല്ലേ? യെസ്. Time starts now. അതെ, ഇനി എത്ര മണിയായിപ്പോ? 1 hour. 1 hour. ഇപ്പോ 7:55 അല്ലേ? സമയം, കൃത്യമായ സമയം 7:55. നമുക്കൊരു ബോണസ് ആയിട്ട് 5 മിനിറ്റ് കൂടെ കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 മണിക്ക് മത്സരം അവസാനിപ്പിക്കും. 9 മണി വരെ ആയിരിക്കും ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ സമയം.
9 മണിക്കുള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. 5 മിനിറ്റ് എന്റെ വക. ഞാൻ ഈ ജഡ്ജസിനോട് കെഞ്ചിട്ട് 5 മിനിറ്റ് മേടിച്ചിരിക്കുകയാണ്. എന്നോട് ഒരു ബഹുമാനമൊക്കെ വേണം. കാരണം ഡെസേർട്ട് ആണല്ലോ ഉണ്ടാക്കുന്നത്. സോ എന്തായാലും 5 മിനിറ്റ് കല്ല് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. സോ 9 മണി വരെയാണ് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കണ്ടസ്റ്റൻസ് എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ മാധ്യമം പത്രത്തില് നാളെ ആരുടെയൊക്കെ പടമാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനകത്ത് ആരാണ് വിജയിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അബിലിയ ഗൾഫ് മാധ്യമം ഡെസേർട്ട് മാസ്റ്റർ കോൺടെസ്റ്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തുടങ്ങിക്കഴിഞ്ഞു. പമ്പിനൊക്കെ അരിയാൻ തുടങ്ങി. ചിലര് വെള്ളം ഒഴിച്ചെന്നൊക്കെ തിളപ്പിക്കുന്നു. ചിലര് പാനിലാത്തിട്ട് വരുത്തി. അബിലിയ പ്രസൻസ് ഗൾഫ് മാധ്യമം ഡെസേർട്ട് മാസ്റ്ററിന്റെ ഒരു കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെന്യൂ പാർട്ട്ണർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ജീപാസ്, കെമെക്സ് ആൻഡ് ഹൈജീൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മത്സരങ്ങൾ ഇവിടെ തുടങ്ങിയാൽ നമ്മൾ റെഡിയാണോ? മത്സരങ്ങൾ തുടങ്ങാൻ നമ്മൾ റെഡിയാണോ? ഗിഫ്റ്റ്സ് വേണ്ടേ? നിങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ചോദിച്ചു നല്ലൊരു ഗിഫ്റ്റ് എടുത്തോ. ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എടുത്തോ. ആദ്യത്തെ മത്സരം നമ്മൾ തുടങ്ങാൻ പോവാണ്. നെസ്റ്റോയുടെ സമ്മാനമാണ്. ആദ്യത്തെ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഇതുപോലെ 45 ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്. 45 ഗിഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യത്തെ മത്സരം തുടങ്ങിയാലോ? റെഡിയാണോ? റെഡി? ചിരിച്ചു ചേച്ചി ഞാൻ റെഡിയാണെന്നൊക്കെ പറയുന്നുണ്ട്. നെസ്റ്റോയിലാണ് ഇപ്പൊ നമ്മളെല്ലാരും ഓടിയേക്കുന്നത്. ഈ പുതിയ നെസ്റ്റോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? പൊളിയല്ലേ? 1000 കാർ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നെസ്റ്റോയുടെ ഒരു മത്സരം തന്നെ തുടങ്ങാം. ഇവിടെ വന്നിട്ട് നെസ്റ്റോ എന്നുള്ള പേര് ഏറ്റവും നീട്ടി വിളിക്കുന്ന ആൾക്കാണ് സമ്മാനം. നിങ്ങളുടെ ശ്വാസകോശം ഇപ്പോഴത്തെ കൊറോണ കാലമൊക്കെ അല്ലേ? അപ്പൊ നിങ്ങളുടെ ശ്വാസകോശം എങ്ങനെയുണ്ടെന്ന് എനിക്കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരം. നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ശ്വാസകോശം സീനൊക്കെ കാണിക്കും. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മത്സരം സംഘടിപ്പിക്കുകയാണ്. അപ്പൊ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആൾക്കാര് ധൈര്യം സംഭരിച്ച് കൈ പൊക്കുന്ന ആൾക്കാരെ ഒരു 4-5 പേര്. അവിടെ നിന്ന് ഒരു തരുണി മണി 5 പേര് 5 പേരെ ഇങ്ങോട്ട് നടത്തി. 5 പേര് ധൈര്യപൂർവ്വം ഒരു തരുണി മണി ഈ വേദിയിലേക്ക് വന്നേക്കാണ്. ആദ്യം കൈ പൊക്കിയാണ്. 1 2 3 4. ഇനി ഒരാളുടെ എന്റെ ബക്ലാവ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാളാണ്. ബക്ലാവ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. എന്താണ് പേര്? രവീന്ദ്രൻ. ഏതാ നാട്? രവീന്ദ്രൻ നാട് പാലക്കാട്. പാലക്കാടുകാരനാണ് രവീന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ നയനയുടെ അനിയത്തിയാണ്. പേര് നഗ്മ. അങ്ങനെ പാട്ടില്ലേ? നഗിനെ പറ്റി പാട്ട് വരെയുള്ള കുട്ടിയാണത്. പേര് ഫാസിൽ. ഏത് നാട്ടുകാരനാ? വയനാടുകാരനാണ്. വയനാടിന് 2 കൈ പോക്കി കാണിച്ച ആളാണ്. പേര് യാസീൻ. എവിടെയാണ്? കണ്ണൂരുകാരനാണ്. എന്തോ ആക്കാൻ കഴിയൂലപ്പാ. ഇനി സമീർ. നമ്മളാണ് മച്ചാനെ. സുഖങ്ങളൊക്കെ തന്നെ അല്ല, സുഖങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മത്സരം ആരംഭിക്കാൻ പോവാണ്. അപ്പൊ നമ്മള് സ്റ്റോപ്പ് വാച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മള് ഇത് മമ്മൂട്ടിയുടെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും ചുറ്റുപോലെ. തിരുവനന്തപുരം അല്ല, ലേഡീസ് ഫസ്റ്റ് എന്നാ. ലേഡീസ് ഫസ്റ്റ് അങ്ങനെ ആവാൻ പാടില്ല എന്നാ. അങ്ങനെയാണ് തള്ളേ തുടക്കണേ.
യാസീനാണ് വയനാടുകാരൻ, കണ്ണൂരുകാരൻ. വയനാട് യാസീൻ, കണ്ണൂരുകാരൻ യാസീൻ. യാസീൻ, your time starts now. നെസ്റ്റോ പത്ത് 0 നടക്കൂല. നിങ്ങൾ ആരെങ്കിലും ശ്വാസകോശ സ്പോഞ്ച് പോലെ ആക്കിയോ? ഇടയ്ക്കൊക്കെ അല്ലേ? പണിക്ക് പോകണം. പണിക്ക് പോകട്ടെ. ഓക്കെ, ഇനി അടുത്ത ആരാണ് സധൈര്യം മുന്നോട്ട് വരുന്ന ആളാണ്? ഇത് എല്ലാവർക്കും പണി കൊടുക്കാനായിട്ട് നിൽക്കുകയാണല്ലോ. ഓക്കെ, നഗ്മ. അടുത്ത ഇനി നഗ്മയുടെ ആളാണ്. നഗ്മ, your time 10:06 കേട്ടോ. 10:06. നഗ്മ, your time starts now. Nesto. റെഡിയാണോ? 14:68 നഗ്മ. ഓക്കെ, പേര് ഫാസിൽ. ഫാസിൽ ഫ്രം വയനാട്. ഫാസിൽ, your time starts now. നെസ്റ്റോ ഒരു മിനിറ്റ്, മൂപ്പർക്ക് ബാങ്ക് വിളിക്കല പണി. വെറും 30 സെക്കൻഡ്സ് 30 മിനിറ്റ്സ് മാത്രമാണുള്ളത്. 30 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അതിന്റെ ഗാർണിഷിംഗ് ഉൾപ്പെടെ ഡെക്കറേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. ഈ സമയത്ത് അവരോടൊന്നും സംസാരിക്കാനുള്ള ഒരു മൂഡിലല്ലാത്തൊന്നും അവിടെ കൈ മുറിഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തൃണവത്കരിച്ചുകൊണ്ട് നമ്മുടെ പാചകരത്നം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. യെസ്, എന്റെ കയ്യില് ഒരു മാലയുണ്ട്, കണ്ടോ? ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഒരു മാലയാണ്. നല്ല മുത്തുമാല, പളുങ്കുമാല എന്നൊക്കെ പറയും. ഈ മാല കൊണ്ടൊരു മാജിക് ആണ്. അതുപോലെ എന്റെ കയ്യില് ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് ബോൾ ഉണ്ട്. അപ്പൊ ഈ ഇത് എംറ്റി ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്റെ തല പോലെ തന്നെ ഇതും എംറ്റി ആണ്. എംറ്റി. അപ്പൊ അതിങ്ങനെ വെച്ചു. ഇനി എന്റെ കയ്യിൽ ഒരു കത്രികയുണ്ട്. അപ്പൊ മാജിക് ആരംഭിക്കാൻ പോവാണ്. സിമ്പിൾ ആണ്. എന്റെ വീട്ടില് 2 പെണ്ണുങ്ങളുണ്ട്. ഒന്നെന്റെ മോളും ഉണ്ട്, എന്റെ ഭാര്യയുണ്ട്. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നെക്ലസ് മാലയൊക്കെ പൊട്ടി അതിന്റെ മുത്തുകളൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പുതിയത് വേണമെന്ന് പറയും. ഈ പുതിയത് വേണമെന്ന് പറയുന്ന പ്രശ്നമില്ല, അത് പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. ഞാനൊരു മെജീഷ്യനായി മാറിയതാണ് സുഹൃത്തുക്കളെ. സാഹചര്യം മൂലം മജീഷ്യനായതാണ് സുഹൃത്തുക്കളെ. ഞാനൊരു മെജീഷ്യനായി മാറിയതാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ചേട്ടന്മാരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു. മാല പൊട്ടിയാലും ഇനി പൈസ കാലിയാവാതിരിക്കാനുള്ള ട്രിക്ക് കൂടിയാണ് കല്ലുമാല. യെസ്, മാല കട്ട് ചെയ്തു കേട്ടോ. മാല കട്ട് ചെയ്തിട്ട് അതിന്റെ മുത്തോളം നമ്മുടെ എംറ്റി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആൻഡ് അതിന്റെ നൂല് ഞാനിങ്ങനെ എടുത്തു. കാണാൻ പറ്റുന്നുണ്ടോ? നൂല് കാണാൻ പറ്റുന്നുണ്ടോ? എന്റെ കറുത്ത ഷർട്ടായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നൂല് കൃത്യമായിട്ട് LED വോളിൽ കാണുന്നുണ്ട്. നോക്കിക്കോ, ഞാൻ അവിടെ കട്ട് ചെയ്തു. അതിന്റെ നടുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്തു. 2 കട്ട് ചെയ്തു. 2 കട്ട് ചെയ്തു. മൂന്നാമതും കട്ട് ചെയ്തു. ഇപ്പൊ 8 പീസായി. യെസ്, ഇനി ഒന്നുകൂടെ വീണ്ടും കട്ട് ചെയ്തു. ഇപ്പൊ എത്ര പീസായി? 4 അല്ല 14. ഇനി അച്ഛനും മാത്രമുള്ളൂ നമ്മുടെ അബേദിയയുടെ ഡെസേർട്ട് മാസ്റ്ററിന്റെ ഗ്രാൻഡ് ഫിനാലയിലെ കണ്ടസ്റ്റൻസിനുള്ളത്. 7 കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വെറും
മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ റിസൾട്ട്. അബീബിയ ഡെസേർട്ട് മാസ്റ്ററിന്റെ ഗ്രാൻഡ് ഫിനാലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അബീബിയുടെ CEO ശങ്ക വിശ്വാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. യെസ് സർ, പ്ലീസ് വെൽക്കം ഓൺ ദ സ്റ്റേജ്. റെസിപ്പീസുമായിട്ടാണ് ഇത്തവണ മാധ്യമം രുചി ഇറങ്ങുന്നത്. സൂപ്പർ ഹിറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാധ്യമം രുചി നാട്ടിലേക്കാൾ കൂടുതൽ വിൽപ്പന നടക്കുന്നതും GCCയിലാണ്, മിഡിൽ ഈസ്റ്റിലാണ്. അപ്പോൾ ഈ തവണത്തെ മാധ്യമം രുചി പ്രകാശനം ചെയ്യപ്പെടാൻ പോവാണ്. എല്ലാവരും ചേർന്നിട്ടാണ്, എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് മാധ്യമം രുചി പ്രകാശനം. വളരെ നല്ലൊരു കൈയോടുകൂടി തന്നെ നമ്മുടെ ഈ ഒരു മാഗസിൻ പ്രകാശനം ചെയ്യുകയാണ്. ഇതാ വരുന്നു നിങ്ങളുടെ മുന്നിലേക്ക് മാധ്യമം രുചി. 121 റെസിപ്പീസോട് കൂടിയാണ് മാധ്യമം രുചി ഇപ്രാവശ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചൂടപ്പം പോലെ തന്നെ അത് തണുത്തിട്ടില്ല, ചൂടാറണ്ട. മാധ്യമം രുചി ആറിയിട്ടില്ല. ആറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റും. അതിന്റെ സെയിൽ ഇവിടെ നടക്കാണ്. പിന്നെ ഇന്ന് നമ്മളോടൊപ്പം കൂടിയ മുഴുവൻ പേർക്കും നമ്മൾ മാധ്യമം രുചി സമ്മാനിക്കുകയാണ്. മുഴുവൻ പേർക്കും. അപ്പോൾ ഇവരിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു എഡിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതിവിടെ അവൈലബിൾ ആണ്. 10, 9, 8, യെസ് 7, ഓക്കെ 6, 5, 4, 3, 2, 1. Time out. സോ നിങ്ങളുടെ എല്ലാവരുടെയും ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സ്റ്റോപ്പ് ചെയ്യണം, അതർവൈസ് നിങ്ങൾ ഇതിൽ നിന്നും ക്വിറ്റ് ആവേണ്ടതാണ്. വെള്ളം കുടിച്ചു പോയി. അവസാന നിമിഷം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഡെസേർട്ട് മാസ്റ്റർ കോൺടെസ്റ്റ് അവസാന നിമിഷം ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ വന്നായിരുന്നു. നമ്മുടെ ഇൻഗ്രീഡിയൻസ്, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസുകളും മാറ്റി വെക്കേണ്ടി വന്നു. പ്രധാനപ്പെട്ട 2-3 വില്ലന്മാരാണോ നായകന്മാരാണോ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ 2-3 ഇൻഗ്രീഡിയൻസ് വില്ലന്മാരായിട്ട് കടന്നുകൂടി. അതുപോലെ സാധാരണ ഡെസേർട്സിൽ യൂസ് ചെയ്യുന്ന ചൈന ഗ്രാസ് കോൺടെസ്റ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ടേസ്റ്റി. എല്ലാവരും കൃത്യസമയത്ത് തന്നെ പാചകമൊക്കെ ഏകദേശം പൂർത്തിയാക്കി. ആർക്കും പിന്മാറേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഒരു സത്യം. 2 പ്രശ്നങ്ങളാണ് ഇതിനകത്തുണ്ടാകുന്നത്. വില്ലന്മാരായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് അധികം കടന്നുകൂടി. ടപ്പിയോക്കയും പംകിനുമാണ്. നമ്മുടെ കപ്പയും പിന്നെ മത്തങ്ങയും ഇതിനകത്തേക്ക് കടന്നുകൂടി. അതുപോലെ then there is a layer of sage, then tapioca pearls, then this green vegetable fruits, also one layer of fruits and a layer of dry fruits. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടാപ്പിയോക്ക, പംകിൻ, ഇതിൽ ഇന്നോവേഷൻ ആയിട്ട് എടുത്തുള്ളത് ഹാലോറിക്കോണ്. അത് മിൽക്ക് സോസൊക്കെ ഇട്ട് വെച്ച് മിൽക്ക് മെയ്ഡ് അബീബിയുടെ തന്നെ ടോപ്പ് ചെയ്തു അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേര്
അബീവിയ ഗൾഫ് മാധ്യമം ഡെസർട്ട് മാസ്റ്റർ. സെക്കൻഡ് റണ്ണർ അപ്പ് ഫെമിന. ഫസ്റ്റ് റണ്ണറപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ സൂപ്പർ പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ രണ്ടാം സ്ഥാനക്കാരി ഒന്നാം സ്ഥാനക്കാരിയുടെ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഷെഫ് ആദ്യം പറഞ്ഞ കാര്യം അല്ലേ? ഉണ്ടോ അതിനകത്ത് ഗസ് ഉണ്ടോ? Yes, Abevia presents Dessert Master Grand Finale. First runner-up is Uday Shan. Congratulations. Uday Shan, first runner-up. Ladies and gentlemen, Please put your hands together. put your hands together for Uday, Abevia Gulf Madhyamam Dessert Master. First runner-up Uday. ചെയ്യുന്നതിനായി മിസ്റ്റർ ജരീഷിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ജനറൽ മാനേജർ നെസ്റ്റോ അൽനാദയുടെ മിസ്റ്റർ ജരീഷ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഉദായൻ പിന്നെ അബുദാബിയിൽ നിന്ന് വന്നിട്ടാണ് ഈ സമ്മാനം അടിച്ചുകൊണ്ട് അബുദാബിയിലേക്ക് പോകുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്നും എത്തിയ സുന്ദരിയാണ് ഫസ്റ്റ് റണ്ണർ-അപ്പ് ആയിരിക്കുന്നത്. ഈ മത്സരത്തിലെ രണ്ടാം സ്ഥാനക്കാരി. ഗൾഫ് മാധ്യമം നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ, ഒപ്പം തന്നെ ഗൾഫ് മാധ്യമം നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. അടുത്തതായി നെസ്റ്റോയുടെ ഗിഫ്റ്റ് വൗച്ചർ, അബീവിയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ്. ഇനി ജിപാസിന്റെ ഗിഫ്റ്റ് ഹാമ്പർ, ജിപാസിന്റെ ഇൻഡക്ഷൻ കുക്ക്, ഒപ്പം തന്നെ കെമിക്സിന്റെ ഗിഫ്റ്റ് ഹാമ്പർ കൂടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഉദായൻ, താങ്ക് യു. സോ ഇനിയാണ് നമ്മുടെ ടൈറ്റിൽ വിന്നർ, ഇന്നത്തെ ഡെസർട്ട് മാസ്റ്റർ. അബീവിയ പ്രസൻസ് ഗൾഫ് മാധ്യമം ഡെസർട്ട് മാസ്റ്റർ. ആരാണെന്നറിയാം. അതിനു മുന്നേ ഈ ഒരു പ്രൈസ് നൽകുന്നതിനായി ശംഖ ബിസ്വാസ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഫൗണ്ടർ മെമ്പർ ആൻഡ് CEO ഓഫ് ന്യൂട്രിജന്റെ അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. യെസ്, ആരാണെന്ന് അറിയണ്ടേ? ഇവിടെ ടേബിൾ നമ്പറൊക്കെ കാണിച്ചു തുടങ്ങി കേട്ടോ. ഇത് ഈ പിന്നെ നമ്മുടെ ഒന്നാം സ്ഥാനക്കാരിയെ അനൗൺസ് ചെയ്യുന്നത് നമുക്ക് ഷെഫിനെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കാം. ഷെഫാണ് ഇതിന്റെ ആള്. ഒന്നാം സ്ഥാനക്കാരി അനൗൺസ് ചെയ്യിപ്പിക്കുന്ന ഷെഫാണ്, അനൗൺസ് ചെയ്യാൻ പോകുന്ന ഷെഫാണ്. സോ സസ്പെൻസ്. 1000 പേര് മത്സരിച്ചു. 1000 പേര് മത്സരിച്ചതിൽ 250 അതിനകത്തുനിന്ന് 15 പേരെ കണ്ടുപിടിച്ചു. ഫൈനലി 7 പേരായി മാറി. മഴവില്ലിന്റെ നിറങ്ങൾ പോലെ 7 അഴകില് അവരിങ്ങനെ തിളങ്ങി കുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, ആ പാവങ്ങൾ കുക്ക് ചെയ്യാൻ വന്നപ്പോൾ ഷെഫൊക്കെ കൂടി അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി കുഴച്ച് മറിച്ച് ആകെ എരപ്പാക്കി. എന്നിട്ടും അവർ പിടിച്ചു കയറി എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് വിന്നർ, yes, and the champion for Gulf Madhyamam Abevia Dessert Master for 2021 goes to Hasiba Abdullah. Yes, Abevia presents Dessert Master Grand Finale. നമ്മുടെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് ഹസീബ അബ്ദുള്ള. Congratulations and welcome. Please put your hands together. Congratulations Hasiba. ഹസീബയാണ് Abevia presents Dessert Master Grand Finale വിന്നർ ആയിരിക്കുന്നത്. Hasiba Abdullah. Ladies and gentlemen, put your hands together for Hasiba Abdullah, the title winner, Dessert Master. Congratulations Hasiba. അങ്ങനെ നമ്മുടെ Abevia presents Dessert Masterന്റെ ഗ്രാൻഡ് ഫിനാലയിലെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത് ഹസീബ അബ്ദുള്ളയാണ്. 1000-ലധികം പേര് പങ്കെടുത്ത ഈ ഒരു മത്സരത്തിൽ നിന്നും 7 പേര് ഫൈനലിസ്റ്റിൽ വന്നു. അതിൽ നിന്നും വിന്നറായിരിക്കുന്നത് ഹസീബയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കൂ.
അബേവിയ പ്രസൻസ് ഡെസേർട്ട് മാസ്റ്റർ ഗ്രാൻഡ് ഫിനാലയിലെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നു ഹസീബ അബ്ദുള്ള. ചേർക്കണമെന്നും ജലാറ്റിൻ ചേർക്കാൻ പാടില്ലെന്നും ചൈന ഗ്രാസ് ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷ കൈവിട്ടായിരുന്നു. കപ്പ പറഞ്ഞപ്പം കുറേ ട്രയൽ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു വീട്ടിൽ നിന്ന് തന്നെ. കപ്പ ഭയങ്കര ച്യൂയി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പംകിനും പറഞ്ഞപ്പം ആ ടൈമിൽ അത് കെമിസ്ട്രി നേരത്തെ പറഞ്ഞില്ല കളി. കാലത്തും ഇത്രയും ഗംഭീരമായിട്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഗൾഫ് മാധ്യമത്തിന്റെ ആൾക്കാരാണ്. മാധ്യമത്തിന്റെ എന്ത് പരിപാടി ചെയ്താലും അതിനകത്തൊരു കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് ഗൾഫ് മാധ്യമം പോകാറ്. അപ്പൊ ഇവിടെയും ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഡെസർട്ട് മാസ്റ്റർ വേദിയിൽ അതെ മാധ്യമം കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ്. ഗൾഫ് മാധ്യമത്തിന്റെ ഓരോ പരിപാടി ഇപ്പൊ ഈവൻ വലിയ പരിപാടിയാണെങ്കിലും അത് ചെറിയ പരിപാടിയാണെന്നോ വ്യത്യാസമില്ലാതെ അതിനകത്തൊരു ഗൾഫ് മാധ്യമം സിഗ്നേച്ചർ ഉണ്ടാവും. ഗൾഫ് മാധ്യമത്തിന്റെ വിശ്രമമില്ലാതെ പണിയെടുത്ത എല്ലാ ടീമിനും താങ്ക് യു. പിന്നെ ഇനി അടുത്തത് ടീം അബീബിയ. ഇതാണ് നമ്മുടെ സ്പോൺസർ. നമ്മുടെ അബീബിയയുടെ സ്പോൺസർഷിപ്പിലാണ് മെയിൻ ആയിട്ട് അബീബിയയുടെ ടൈറ്റിൽ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ജഡ്ജസിനുള്ള മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായി യെസ് നല്ലൊരു കൈയടി. ഷെഫ് രഘു UAE കല്യാണി ഗിൽഡിന്റെ ചെയർമാനാണ്. 25-ലധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അത് മാത്രമല്ല ജഡ്ജായാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നതും. സോ അദ്ദേഹത്തിന് ഗൾഫ് മാധ്യമം നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറും നെസ്റ്റോ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറിൽ കൂടി സലീം അമലൻ സാറിനെ ഞാൻ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സർ പ്ലീസ്. ബീഗം ഷാഹിനെ പറ്റി പറയുകയാണെങ്കിൽ ബീഗം ഷാഹിന സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം കൈപുണ്യം ആൾക്കാരിലേക്ക് എത്തിച്ച് തെളിയിച്ച് മത്സരങ്ങൾ വിജയിച്ച് പേരെടുത്ത് ഷെഫായി മാറിയ ആളാണ്. അപ്പോൾ ബീഗം ഷാഹിന ആണ് നമ്മുടെ. സോ അടുത്തതായി